നമസ്കാരം. ഒരു ചെറിയൊരു ഉപകരണം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറയാം. ഇതൊരു പി എച്ച് അളക്കാനുള്ള ഒരു ഉപകരണമാണ്. പി എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത അതെന്താണെന്ന് അറിയാൻ, ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി. അപ്പോൾ ഇതൊന്നുമില്ലാത്ത ശുദ്ധജലത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതിന് കുറയും തോറും അത് ആസിഡിക് ആയിരിക്കും, കൂടും തോറും അത് ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടും വെള്ളത്തിൽ. അതായത് ക്ഷാരഗുണം കൂടും അല്ലെങ്കിൽ അമ്ലഗുണം കൂടും. അപ്പോൾ 7 നിന്നാൽ വെള്ളം ശുദ്ധമാണ്. അപ്പോൾ മീൻ വളർത്തുമ്പോൾ ആ മീനിന് അനുയോജ്യമായ വെള്ളമാണോ എന്ന് നമ്മൾ ഇതിൻ്റെ ഈ അറ്റം വെള്ളത്തിലേക്ക് ഇറക്കിയാണ് നോക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ചെടികളുടെ ചുവട്ടിൽ മണ്ണിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ മണ്ണിൻ്റെ അമ്ലതയോ ക്ഷാരതയോ ഒക്കെ അറിയാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ഇതിലൊരു തെർമോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ കോവിഡായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പണിയില്ല, ഇച്ചിരി വായിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഒരു കളിപ്പാട്ടം പോലെ ഈ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിതൊന്ന് എടുത്ത് ഓൺ ചെയ്ത് ചുമ്മാ മുറിക്കകത്തൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഇവിടെ ഈ മുറിക്കകത്ത് നട്ടുച്ച നേരത്ത് 12 മണി 1 മണി സമയത്ത്. ഇപ്പോൾ 12:30 മണിയാണ്. 12:30 മണി സമയത്ത് ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ 29 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഞാനിത് നോക്കിയത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ പുറത്ത് ഇവിടെ ഒരു 2 മണിയാകുമ്പോഴേക്ക് വെയിൽ നന്നായിട്ട് വീണ് ഈ ഭാഗമൊക്കെ പൊള്ളും. ഇപ്പോൾ അങ്ങോട്ട് വെയിൽ വീണ് തുടങ്ങിയിട്ടുള്ളൂ. ഉച്ച നേരത്തെ വെയിലാണ് ഇവിടെ വീഴുന്നത്. അതിന് മുമ്പ് ഈ ചെടികളുടെ മറവുള്ളതുകൊണ്ട് വെയിൽ വീഴില്ല. 12 മണി വരെ വെയിൽ വീഴില്ല. 12 കഴിയുമ്പോൾ ഈ വരാന്തയിൽ വെയിൽ വീണ് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഈ തെർമോമീറ്റർ ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ താപനില ഈ 29 എന്നുള്ളത് 30, 31, 32 അങ്ങനെ മേലോട്ട് പോയി 40 ഡിഗ്രി വരെ ഈ തറയോടിന് മുകളിൽ ചെല്ലുന്നുണ്ട്. അതും കഴിഞ്ഞ് ആ കരിങ്കല്ല് പഴുത്ത് കിടക്കുന്നിടത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ താപനില 45 ഡിഗ്രിയിലെത്തുന്നുണ്ട്. അതായത് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പാലക്കാടുള്ള ഒരു ചൂടാണ് 45 ഡിഗ്രി. അപ്പോൾ റൂമിനകത്ത് 29 ഡിഗ്രി, റൂമിന് പുറത്ത് 45 ഡിഗ്രി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഈ പറമ്പിൽ വീഴുന്ന വെയിൽ ഈ കരിങ്കല്ലിൽ വീണ് ആ ഗ്രാനൈറ്റ് ചൂടായി, ആ ചൂട് അതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ 45 ഡിഗ്രി ചൂടിലേക്ക് പോകുന്നത്. ഇതൊരു പക്ഷേ ഇതിലും കൂടുതൽ പോകുമായിരിക്കും, എനിക്കറിയില്ല. ഇതിന് തൊട്ടടുത്ത് ഏതാണ്ട് 8 അടി അപ്പുറം ഒരു മിയാവാക്കി കാട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ 45 ഡിഗ്രി ചൂട് ഗ്രാനൈറ്റിന് വരുന്നുണ്ട്. ഇവിടെ ആകെയുള്ള 2 പീസ് ഗ്രാനൈറ്റ്, ഒന്ന് ഈ വീടിൻ്റെ സ്കേർട്ടിങ്ങായിട്ട് ഈ തറയോടിന് ശേഷം ആ തറയോടിൻ്റെ അറ്റം പൊട്ടാതിരിക്കാൻ ഇട്ടിരിക്കുന്നതും, 2 നമുക്ക് നടന്ന് കയറാനായിട്ട് നടയായിട്ട് കഴുകിയ വൃത്തിയാകുന്ന ഒരു നടയാക്കി ഇട്ടിരിക്കുന്ന 2 പീസ് ഗ്രാനൈറ്റും. ഈ 2 പീസാണുള്ളത്. ഇതിൻ്റെ ചൂട് നമുക്ക് വെയിൽ നേരിട്ട് വീണ് കഴിയുമ്പോൾ 45 ഡിഗ്രിക്ക് മുകളിലേക്ക് പോവുകയാണ്. ഇനി വേറൊരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറമുള്ള മിയാവാക്കി കാടിൻ്റെ സൈഡിൽ കെട്ടുന്ന ആ മരത്തിൻ്റെ അവിടെ ഇരുന്ന് ഈ 55 ഡിഗ്രി ആയ നമ്മുടെ തെർമോമീറ്ററിനെ എടുത്ത് അവിടെ കൊണ്ടുവച്ച് ആ കാട്ടിലേക്ക് ഇതിൻ്റെ അറ്റം തിരിച്ചു വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് താഴോട്ട് വന്ന് വീണ്ടും 29 ഡിഗ്രി ആവും. 28 ഡിഗ്രി വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാടിനുള്ളിൽ 28 ഡിഗ്രി വരിക, അതായത് അന്തരീക്ഷ താപനില ഒരു 31-32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും 2 മണി സമയത്ത് ഇവിടെ. അപ്പോൾ അത് കാട്ടിനുള്ളിൽ ഒരു 1-2 ഡിഗ്രി അതിനേക്കാൾ കുറവായിരിക്കും. 2-3 ഡിഗ്രി വരെ കുറയുന്നുണ്ട്. 28 ഡിഗ്രി ആകുമ്പോൾ 32 എന്നുള്ള 28 ആകുമ്പോൾ ഒരു 4 ഡിഗ്രിയുടെ കുറവ് വരുന്നുണ്ട്. അത് കോൺക്രീറ്റ് ഈ ഗ്രാനൈറ്റിൽ വരുമ്പോൾ 45 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്നു. ഇത് ടാറിട്ട റോഡിൽ പരീക്ഷിക്കണം, ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വീടുകളിൽ വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീടിന് ചുറ്റും ഗ്രാനൈറ്റ്, മുറ്റത്ത് ഗ്രാനൈറ്റ് ഇടുക, വീടിന് ചുറ്റും ഗ്രാനൈറ്റ് ഇടുക എന്നുള്ളത്. കുഴപ്പമില്ല, വീട് വൃത്തിയായിട്ട് കിടക്കും, നമുക്ക് കരിയില പോലെയുള്ള കാര്യങ്ങൾ വരില്ല. പാമ്പ് വരികയില്ല എന്ന് പറയുന്നവരുണ്ട്. പാമ്പ് വരാതിരിക്കുന്നില്ല. പാമ്പ് വന്നാൽ പാമ്പിന് നല്ല പരുവരുത്താപ്പുറത്തുള്ള ഗ്രാനൈറ്റിൻ്റെ ഇതിൽ കൂടെയൊക്കെ ഉരഞ്ഞ് വരാൻ പറ്റും. പറമ്പിലിടുന്ന സാധാരണ മിനുസുള്ള ഗ്രാനൈറ്റ് ആരും ഇടാറില്ലല്ലോ. പക്ഷേ പാമ്പിനെ കണ്ടെത്താൻ പറ്റും. പെട്ടെന്നൊരു പാമ്പ് വീട്ടിലേക്ക് വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പാമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സാധനമല്ല. കഴിഞ്ഞ വർഷം കേരളത്തിൽ മൊത്തം പാമ്പ് കടിച്ച് മരിച്ച 22 പേരാണ്. മൊത്തം കേരള ജനസംഖ്യയിൽ കോവിഡ് വന്ന് മരിച്ചത് എത്ര 25,000 50,000 ഏതാണ്ടായി. പക്ഷേ പാമ്പ് കടിച്ച് മരിച്ച ആകെ 22 പേരാണ്. അത്രയും പേരെ തന്നെ കാട്ടുപന്നി കുത്തി മരിച്ചിട്ടുണ്ട്. കാർ ഇടിച്ച് മരിച്ച 3500-4000 പേരാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പേടി പാമ്പാണ്. 8 കാലി കടിച്ച് ഇന്നുവരെ ആരും മരിച്ചിട്ടില്ല. പക്ഷേ 8 കാലിയെ കണ്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ചാടും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയർ സൈക്കോസിൻ്റെ ഒരു ഇതാണ്. അതുപോട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ താപനില കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്യുകയോ കല്ലിടുകയോ കരിങ്കല്ല് പാകുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിന് ചുറ്റുമുള്ള താപനില കൂടും. ഇത് ഓഫീസുകളിലൊക്കെ പാർക്കിംഗ് ലോട്ടെന്ന് പറഞ്ഞ് കോൺക്രീറ്റിൽ നമ്മൾ ഏകദേശം 1 ഏക്കർ സ്ഥലം വരെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓഫീസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എയർ കണ്ടീഷണർ ഉള്ളതുകൊണ്ട് അകത്ത് ഈ താപനിലയുടെ വ്യത്യാസം അറിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീടിനെ ചൂട് പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റ് ചൂട് പിടിച്ച് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ആ ചൂട് വ്യാപിച്ചു കഴിഞ്ഞാൽ പുറത്ത് സന്ധ്യ കഴിയുമ്പോൾ വെയിൽ താഴുമ്പോൾ പെട്ടെന്ന് തണുക്കും. പക്ഷേ അകം തണുക്കില്ല. അകം തണുക്കണേ വീണ്ടും രാത്രി വരെ ആ ചൂട് അകത്ത് തന്നെ നിൽക്കും.
അത് പിന്നെ കുറയണമെങ്കിൽ നിങ്ങൾ ജനലും കതവുമൊക്കെ തുറന്നിട്ട് പുറത്തുനിന്നുള്ള എയർ രാത്രി ഒരു 10 മണിയോ 11 മണിക്കോ അകത്തോട്ട് കയറിയെങ്കിൽ മാത്രമേ ആ താപനിലയിൽ കാര്യമായ ഒരു വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എയർ കണ്ടീഷണറോ അതുപോലുള്ള ഉപകരണങ്ങളോ എക്സോസ് ഫാനോ ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഈ ഗ്രാനൈറ്റ് ഇടുന്ന ആളുകൾ പോലും ഗ്രാനൈറ്റിനോട് ചേർന്ന് കുറച്ച് ഒരു ചെടിക്കൂട്ടം, കാട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ചെടികളുടെ ഒരു കൂട്ടം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ താപനിലയ്ക്ക് നമുക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാക്കാൻ വരും. എന്തുകൊണ്ടാണ് ചെടി കൂട്ടമായിട്ട് നമ്മൾ വീടിന് ചുറ്റും വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ കാണിക്കുകയാണ്. സംഗതി ശരിയാണ്, കരിയില വരും, ഇഴജന്തു മറ്റേ പക്ഷികളും ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ ഈ ചിലർക്ക് അട്ടയൊക്കെ വലിയ പേടിയാണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തെ താപനില കുറച്ച് നിർത്തണമെങ്കിൽ ഇതല്ലാതെ ഇപ്പോൾ വേറെ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് വെറുതെ ഒരു 10,000-20,000 രൂപ കൊടുത്തൊരു തെർമോമീറ്റർ മേടിച്ച് വീട്ടിൽ വെക്കുക. ഈ ഗ്രാനൈറ്റൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇത്രയും പൈസ നമ്മൾ ഗ്രാനൈറ്റായിട്ട് ചിലവാക്കുന്നില്ല. ഒരു സ്ക്വയർ ഫീറ്റ് നല്ല ഗ്രാനൈറ്റ് ഇടുന്ന ഒരു 10-400 രൂപയ്ക്കുള്ളിൽ ചിലവ് വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു തെർമോമീറ്റർ ഇതിനാണ്ട് 2,000 രൂപ മറ്റാണ് വില. ഇതൊരു pH മീറ്ററാണ്, മൾട്ടിപ്പിൾ 4-in-1 ആണ്. ഇതിൽ ടെമ്പറേച്ചർ അളക്കാം, pH അളക്കാം, മണ്ണിൻ്റെ pH അളക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സോയിൽ മീറ്ററാണ്. ആമസോണിൽ കിട്ടും. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വീടിന് ചുറ്റുമുള്ള താപനില കൂടെ ഒന്ന് പരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെടികളുടെ മരത്തിൻ്റെ അവിടെ ചുവട്ടിൽ കൊണ്ട് പിടിച്ചിട്ട് അവിടെ എത്ര താപനില വരുന്നത് നോക്കുക. നിങ്ങൾ ബോധ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം വീടിന് കുറച്ച് മരം, ഒന്ന് വാഴ പോലും വെച്ചാൽ പോലും വെയിൽ നേരിട്ട് മണ്ണിലേക്ക് അടിക്കുന്ന കുറയും. എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്.